ഇഫ്താർ സ്പെഷ്യൽ രുചിയേറും പുതുപുത്തൻ സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 3-4 സവാള ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കടലമാവും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്നും വെള്ളം ഒഴിക്കാതെ തന്നെ ആ ഉള്ളിയുടെ നീരിൽ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് നനഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ ഞെരടി കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ വെള്ളം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഇത് ഉള്ളി നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3-4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ മുട്ടയും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് ഉള്ളിയുടെ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് കുഴിച്ചെടുക്കുക. എന്നിട്ട് മുട്ടയുടെ പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മീതയിലേക്ക് കൂടി കുറച്ചും കൂടി ഉള്ളിയുടെ മിക്സ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഈ ഷേപ്പ് ചെയ്ത് തയ്യാറാക്കിയത് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തേ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യൽ ഒരു പുതുപുത്തൻ സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇഫ്താർ സമയത്ത് നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. വളരെയധികം രുചിയുള്ള ഈ പുതുപുത്തൻ പലഹാരത്തിൻ്റെ ഉള്ളൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.